അറഫാ ദിവസത്തിലെ നോമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, അറഫാ ദിവസം അൽഹംദുലില്ലാഹ് നാളെ അറഫാ നോമ്പാണല്ലോ. അറഫാ നോമ്പിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചത് എന്താ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, 2 കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹുവിനേക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. യുകഫിറു സനതൈൻ, 2 കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹുവിനേക്ക് പുറത്തു കൊടുക്കും. അറഫയുടെ പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചത് മാത്രമല്ല, ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുള്ള ഒരു സമയമാണ് അറഫാ ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ദുആ ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് വല്ലാതെ ഉത്തരം കിട്ടുന്ന, ചോദിച്ചാൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ചോദിച്ചാൽ വല്ലാതെ ഇജാബത്ത് കിട്ടുന്ന, മറുപടി കിട്ടുന്ന ഒരു ദിവസമാണ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന ദിവസങ്ങളിൽ, സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അറഫാ ദിവസം എന്ന് പറയുന്നത്. ആ അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ, ആ അറഫാ ദിവസത്തിൽ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ, ആ അറഫാ ദിവസത്തിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു സമയമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ്, യൗമുൽ ജുമുഅയും കൂടിയാണ്. ജുമാ ദിവസവും എണ്ണിപ്പറഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ, ജുമാ ദിവസം. അത് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വല്ലാതെ ഇബാദത്തുകളും അമലുകളും അല്ലാഹുവിനോട് നല്ലതുപോലെ ദുആ ചെയ്യാനും പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസം കൂടിയാണ്. രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല തരുന്ന വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ അത്? വലിയൊരു ചാൻസ് ആണ് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ, പൊറുക്കലിനെ തേടാൻ. എന്തുവേണ്ടി തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവേ നമ്മൾ ചെയ്തു പോയത്. ആ തെറ്റുകളൊക്കെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ഏറ്റു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാൻസ് ആണ്, ഏറ്റവും വലിയ അഫ്ളലായ ദിവസമാണ് അറഫാ ദിവസം. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിവസത്തിൽ അറഫാ നോമ്പ് ആജിമാർക്കല്ലാത്തവർക്കെല്ലാം വളരെ ശക്തിമത്തായ സുന്നത്താണ് അറഫാ നോമ്പ്. ആ അറഫാ നോമ്പ് അൽഹംദുലില്ലാഹ് നമ്മൾ നോക്കുക, അറഫാ ദിവസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട്, നോമ്പുകാരനായിരുന്നു കൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, നോമ്പുകാരനായി നമ്മൾ നിന്നുകൊണ്ട് പട്ടിണി കിടന്ന് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി നമ്മൾ പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞുകൊണ്ടെന്ന് ദുആ ചെയ്ത് നോക്ക്. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ പ്രതിസന്ധികളും മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ് പിടിക്കുക. നിസ്കാരം ഉപേക്ഷിച്ചിട്ട് നോമ്പ് പിടിക്കുന്ന കാര്യമല്ല, നോമ്പ് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ്. അതാണ് നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോമ്പിന് അള്ളാഹു അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവിടുന്ന് നോമ്പ് പിടിക്കുമായിരുന്നു. ഇടവിട്ട ദിവസങ്ങളിലെല്ലാം നോമ്പ് പിടിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് പിടിക്കുമ്പോ സഹാബത്തോട് ചോദിച്ചു, നബിയേ, ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് നബിയേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. കാരണം ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോഴാണ് എന്റെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടുന്നതെങ്കിൽ ആ അമലുകൾ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടുമ്പോൾ അല്ലാഹു സ്വീകരിക്കും. ആ അമലുകൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അല്ലാഹു അത് പരിഹരിച്ചു തരും. അതുകൊണ്ട് അറഫാ ദിവസത്തെ നോമ്പ് അത് ശക്തിമത്തായ സുന്നത്താണ്. അൽഹംദുലില്ലാഹ്, അത് പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 2 വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരും. 2 വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരും. ഇതിനേക്കാളും വലിയൊരു ഓഫർ ഏതാണ്? അതുകൊണ്ട് അറഫാ ദിവസത്തെ നോമ്പ് നിങ്ങൾ പാഴാക്കി കളയരുത്. അത് നിങ്ങൾ നോമ്പ് നോക്കണം. അല്ലാഹു തആല അത് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ.